ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി പ്ലാന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെള്ളക്കൊന്ന, മണിക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടിയുടെ യഥാർത്ഥ പേര് ക്ലീറോഡെൻഡ്രം ലൈറ്റ് ബൾബ് എന്നാണ്. നല്ല വെള്ള കളറിൽ നമ്മളെ കണിക്കൊന്നയോട് സാമ്യമായിട്ട് ഇതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നൊരു പൂവാണ്. ഇപ്പോൾ ഈ ഒരു വെള്ളക്കൊന്ന പൂക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മളെ വീട്ടിൽ 2-3 സ്ഥലങ്ങളിലായിട്ട് ഇതിൻ്റെ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ശൈത്യകാലം തുടങ്ങുമ്പോഴാണ് ഈ ഒരു പൂവ് ഇതുപോലെ പൂവിട്ട് കാണുന്നത്. ഏകദേശം ഒരു ഒക്ടോബറൊക്കെ തുടങ്ങി ഒരു മാർച്ച് വരെ നമുക്ക് ഈ ഒരു ചെടിയിൽ നിറച്ചും പൂക്കൾ ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളെ കണിക്കൊന്നയായിട്ട് നല്ല സാമ്യമുള്ളൊരു പൂവും കൂടിയാണിത്. സാധാരണ അത്യാവശ്യം ഒരു വലിപ്പമുള്ള മരമായിട്ട് തന്നെയാണ് ഇത് കാണുന്നത്. അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ചതിന് ശേഷമാണ് ഈ ഒരു ചെടിയിൽ പൂവിട്ട് തുടങ്ങുന്നത്. ആദ്യം നമുക്കിതിൻ്റെ കെയർ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടും ലോ മെയിൻ്റനൻസ് ആയിട്ടൊക്കെ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് ഈ വെള്ളക്കൊന്ന എന്ന് പറയുന്നത്. നല്ല ഡാർക്ക് വെയിലത്തോ അതുപോലെ തന്നെ തണൽ നിറഞ്ഞ ഏരിയയിലൊക്കെ നല്ലപോലെ ഉണ്ടാകുന്നൊരു ചെടിയാണ്. പ്രത്യേകം വെയിലിൻ്റെ ഒന്നും നോക്കിയിട്ടൊന്നും വളർത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല. നല്ല ചൂടുള്ള കാലാവസ്ഥയിലും അതുപോലെ തന്നെ ഷെയ്ഡ് നിറഞ്ഞ സ്ഥലത്താണെങ്കിലും ഈ ഒരു ടൈം ആകുമ്പോൾ ഇതിൽ നിറച്ചും പൂക്കൾ ഉണ്ടാകുന്നതാണ്. കൂടുതലായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് പൂവിടുന്നതിൻ്റെ 1-2 മാസം മുന്നേ നല്ല വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടും ഒരുപാട് പൂക്കളും ഉണ്ടായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിത് വീട്ടിൽ മുറ്റത്ത് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് പോട്ടിൽ വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, വലിയ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം അത്യാവശ്യം വലുപ്പത്തിൽ പോകുന്നൊരു ചെടി ആയതുകൊണ്ട് തന്നെ നല്ലോണം വേരൊക്കെ ഉണ്ടാകാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ വലിയ പോട്ടോ അല്ലെങ്കിൽ വലിയ ഗ്രോ ബാഗോ ഒക്കെ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ മുറ്റത്ത് നമുക്ക് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ പോട്ടി മിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ മണ്ണിലൊക്കെ നട്ടു കൊടുക്കുന്നതിന് തന്നെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള പോട്ടി മിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ നമ്മൾ ഗാർഡൻ സോയിൽ അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള മിശ്രിതമാണ്. പിന്നെ നിലത്തായതുകൊണ്ട് തന്നെ നമുക്കിടയ്ക്ക് ചാണകവെള്ളമൊക്കെ തളിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. പോട്ടിലാണ് നമ്മൾ വെച്ചതെങ്കിൽ ചെടിയുടെ വലിപ്പം ആവുന്നതിനനുസരിച്ച് നമുക്ക് പോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം കാര്യമായിട്ടുള്ളൊരു രീതിയിലുള്ള പോട്ടി മിക്സ് ഒന്നും വേണ്ട. ഏതൊരു മണ്ണിലും നല്ലോണം സുലഭമായിട്ട് വളർന്നു കിട്ടുന്നൊരു ചെടി തന്നെയാണ് ഈ വെള്ളക്കൊന്ന എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് നല്ല മൂത്ത കമ്പ് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കുഴിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ചെടിയുടെ മൂട്ടിൽ തന്നെ നമുക്ക് തൈ ഉണ്ടാവുന്നതാണ്. ആ തൈ നമുക്ക് വേറെ സെപ്പറേറ്റ് കുഴിച്ചിട്ടിട്ട് അങ്ങനെ ഈ ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ വാട്ടറിങ് നോക്കാം. ഈ ഒരു ചെടി വെച്ച സ്ഥലം വെച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല വെയിലത്തൊക്കെയാണ് ഈ ഒരു ചെടി നിൽക്കുന്നതെങ്കിൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഷെയ്ഡ് നിറഞ്ഞ സ്ഥലത്താണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ളൊരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മഴക്കാലം കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ്. നല്ല മൂത്ത കൊമ്പുകൾ നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഉണ്ടായി കിട്ടും. നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ 2-3 ചെടികളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമുക്ക് വേറൊരു ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതാണ്. ഇതിൽ നിറച്ച് മുട്ടുകളാണ്, പൂവായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നിറച്ച് പൂക്കളായിട്ട് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ നിറച്ച് മുട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിത് വീടിൻ്റെ വേറൊരു സൈഡിലുള്ളതാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നീണ്ടു പോയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. നല്ല നീളത്തിൽ പോയി കഴിഞ്ഞാൽ പൂവിട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ചെടിയുടെ മൂട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ള തൈകളാണ്. ഈ ഒരു തൈ കുഴിച്ചിട്ടിട്ട് നമുക്ക് ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു പൂവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1-2 ആഴ്ച നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും. പിന്നീടാണ് അത് കൊഴിയുന്നത്. അപ്പോൾ അത്രയും ആ ഒരു കാലത്തേക്ക് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഈ ഒരു പൂവിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. പിന്നീട് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കീടങ്ങളൊന്നും ആക്രമിക്കാത്തൊരു ചെടിയാണ്, നല്ല വലുപ്പത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വെള്ളക്കൊന്ന അല്ലെങ്കിൽ ഒരു മണിക്കൊന്ന അല്ലെങ്കിൽ ക്ലീറോഡെൻഡ്രം ലൈറ്റ് ബൾബിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നഴ്സറികളിലൊക്കെ ഈ ഒരു ചെടി അവൈലബിൾ ആണ്. താല്പര്യം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ മേടിച്ചിട്ട് വളർത്തുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.